മൈസൂർ പാലസിൽ നിന്ന് ഞങ്ങൾ ആലോചിച്ചു എങ്ങനെ ആലപ്പുഴയ്ക്ക് പോകും. അപ്പോൾ ഊരിത്തിരിഞ്ഞു വന്നൊരു ഐഡിയ ആണ്, നമുക്ക് ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴി പോവാം. അങ്ങനെ ഞങ്ങൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് വന്നു. ഈ റൂട്ടിൽ തിരഞ്ഞെടുക്കാൻ ഒരു കാരണം കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പ്രകൃതി സ്നേഹികളാണെങ്കിലും അത്യാവശ്യം സാമ്പത്തിക സ്നേഹികൾ കൂടിയാണ് ആയതുകൊണ്ടാണ് ഈ റൂട്ട് തിരഞ്ഞെടുത്തത്. നോർമൽ കോയമ്പത്തൂർ പാലക്കാട് റൂട്ടിൽ കൂടെ പോവുകയാണെങ്കിൽ 1400 രൂപയുടെ മേലിൽ ടാക്സ് തന്നെ കൊടുക്കേണ്ടി വരും. അത് വളരെ നഷ്ടമായിട്ട് തോന്നി. അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് ഈ ഫോറസ്റ്റിനകത്തുള്ള റൂട്ട് തിരഞ്ഞെടുത്തത്. ഈ വഴി പോകുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. 9 മണിയാകുമ്പോഴത്തേക്കും ഈ ഫോറസ്റ്റിന് അവിടം വരെയുള്ള അവിടേക്കുള്ള കവാടം നിങ്ങളുടെ മുമ്പിൽ അടയ്ക്കപ്പെടും. പിന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല, തിരിച്ചു പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എപ്പോഴും രാത്രി 9 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ 9 മണിക്ക് കടന്ന് പോകുന്ന രീതിയിൽ മാത്രം ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴി പോവുക. പിന്നീട് ഗൂഗിൾ മാപ്സ് നോക്കി പോകാതിരിക്കുന്നതായിരിക്കും വളരെ നല്ലത്. ഗൂഗിൾ മാപ്സ് ഞാൻ നോ ടോൾസ് എന്ന് പറഞ്ഞ റൂട്ട് കൊടുത്തുകൊണ്ടാന്ന് തോന്നുന്നു എന്നെ ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ നിന്നും വേറൊരു റൂട്ടിലോട്ടാണ് കൊണ്ടുപോയത്. നമുക്കത് പിന്നെയും വരാം അതിലോട്ട്. ഈ ഫോറസ്റ്റിലേക്കുള്ള യാത്ര വളരെ ത്രസിപ്പിക്കുന്നതും സുന്ദരവുമായിരുന്നു. കാരണം വെച്ചാൽ ചുറ്റിനും മൃഗങ്ങളും, പുലി ടൈഗർ റിസർവ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും മരുന്നിന് പോലും ഒരു പുലിയെ കണ്ടില്ല. എന്നാൽ ആനകൾ, മാനുകൾ, മയിലുകൾ എല്ലാം യഥേഷ്ടം ഉണ്ടായിരുന്നു. പിന്നെ ചില കുരങ്ങന്മാരുടെ പ്രാങ്ക് ഷോയൊക്കെ കൂടെ കണ്ട് വളരെ രസകരമായൊരു യാത്ര തന്നെയാണ് ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റിനകത്ത് ഉള്ളിക്കൂടുള്ള യാത്ര. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഡ്രൈവിംഗ് ജസ്റ്റ് പഠിച്ച ഒരാളാണെങ്കിലും ഒക്കെ ഈ വഴി വരുന്നത് കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയായിരിക്കും. ഞാൻ ഒരിക്കലും അത് പ്രൊമോട്ട് ചെയ്യത്തില്ല. കാരണം പെട്ടെന്നുള്ള പൊടുന്നതിനുള്ള കയറ്റവും ഇറക്കവും പിന്നെ കൊടും വളവുകളാണ് മൊത്തത്തിൽ. പിന്നെ നമുക്ക് ഫസ്റ്റും സെക്കൻഡും കയറി മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നേരെ മേലെ കയറ്റി കൊണ്ടുവന്ന് കഴിയുമ്പോഴായിരിക്കും മുൻപിൽ ഒരു ചെറിയൊരു ബ്ലോക്ക് വരുന്നത്. ആ ബ്ലോക്കിൽ നമുക്ക് ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഇല്ലാത്ത കാറുകളാണെങ്കിൽ നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഹോൾഡിൽ നിർത്താനൊക്കെ അല്ലെങ്കിൽ ക്ലച്ചും ഗിയറും കൂടെ ഒരു ലെവലിൽ നിർത്താനുള്ള ഡ്രൈവിംഗ് സ്കില്ല് വേണം. എങ്കിൽ മാത്രമേ ഈ വഴി വരാവുള്ളൂ. നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റൂട്ട് എന്ന് പറഞ്ഞാൽ നോർമൽ കോയമ്പത്തൂർ, സേലം ആ റൂട്ട് തന്നെയാണ്. ഞാൻ ഈ റൂട്ട് ഒരിക്കലും പറയത്തില്ല. സോ നമുക്ക് കാര്യത്തിലോട്ട് വരാം. എത്ര മണിക്കൂർ യാത്ര ചെയ്താലും ഒരു ബോറടി ഇല്ലാത്തൊരു സ്ഥലമാണ് ബന്ദിപ്പൂർ ഫോറസ്റ്റിനകത്തുള്ള യാത്ര. അതുപോലെ മനുഷ്യവാസം ഇല്ലാത്ത കൊടും കാടിനുള്ളിലൂടെ ഒരു യാത്ര, അതാണ് ഇവിടെ വെറൈറ്റി ആക്കുന്നത്. പിന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബൈക്ക് പോലും കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഈ യാത്രയിലൂടെ നിങ്ങൾ ഒരു ബൈക്ക് പോലും കണ്ടില്ല, ഫുള്ള് കാറുകൾ മാത്രം. എനിക്ക് തോന്നുന്നു ഈ ആന ഇറങ്ങുന്നതൊക്കെ പേടിച്ച ആൾക്കാർ വരാത്തതെന്ന് തോന്നുന്നു. എന്തായാലും വളരെ പീസ്, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. എന്നെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തിയ കാര്യം എന്ന് വെച്ചാൽ, റോഡിൻ്റെ സൈഡിൽ പോലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൂടെ ഒന്നും കാണുന്നില്ല. നമ്മളിപ്പോൾ ഞാൻ ആലപ്പുഴക്കാരാണ്. നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ പോയാൽ പോലും മൊത്തത്തിൽ പ്ലാസ്റ്റിക്കും കാര്യങ്ങളാണ് സൈഡിൽ മൊത്തം. ഇവിടെ അതൊന്നുമില്ല. അപ്പം എന്തായാലും കർണാടക സർക്കാർ ഇത് നല്ലവണ്ണം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പ്. എന്തായാലും വളരെ നീറ്റ് ആൻഡ് ടിഡി ആയിട്ടുള്ള സ്ഥലമാണ് ഈ ഫോറസ്റ്റ്. മനുഷ്യർ വാസം തീരെ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഭംഗി നല്ലവണ്ണം നമുക്ക് തോന്നുന്നുമുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് മൃഗങ്ങൾക്ക് ആഹാരമൊന്നും കൊടുക്കില്ലെന്നും വെള്ളം കൊടുക്കുന്നതൊക്കെ പല പല ബോർഡുകൾ കണ്ടു. പിന്നെ ചില ഭാഗങ്ങളിൽ എലിഫൻറ്റ് ക്രോസിംഗ് എന്നുള്ള ബോർഡ് കണ്ടു. മൊത്തത്തിൽ നിങ്ങളൊരു ത്രില്ല് ജേർണിയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ സൂപ്പറാണ് ഈ യാത്ര. അതേ മാനിനെ നമുക്ക് കാണാം. ഒരു മാൻ കൂട്ടങ്ങൾ തന്നെ ഒരു സൈഡിൽ കൂടെ പോകുന്നത്. അങ്ങനെ ആന, മാന്, മയില്, പിന്നെ കുരങ്ങന്മാർ എല്ലാം നിറഞ്ഞൊരു വൈൽഡ് ജേർണിയാണ് ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റിനകത്തുള്ള യാത്ര. പ്ലസ് നിങ്ങൾക്കൊരു 1400 രൂപയോളം ഒരു സൈഡ് ടാക്സ് ടോള് സേവ് ചെയ്യാനും പറ്റും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് വളരെ ബെനിഫിഷ്യലാണ്. എന്നാൽ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ബാക്കിയും കൂടെ പറയാം. ഈ വഴി ഞങ്ങൾ പോയത് ഗൂഗിൾ മാപ്സിൻ്റെ സഹായത്തോടെയാണ്. ഈ വഴി ഗൂഗിൾ മാപ്സിൻ്റെ സഹായത്തിൽ കൂടെ പോയതുകൊണ്ട് കിട്ടിയ പണിയും അതുപോലെ തന്നെ. ഗൂഗിൾ അമ്മ ഈയിടെയായിട്ട് കാണിച്ചിരുന്ന എല്ലാം തെറ്റായ വഴികളാണ്. എനിക്ക് പ്രത്യേകിച്ച് തോന്നിയിട്ടുണ്ട്. ഈ ഒരു കാട്ടാന നിൽക്കുന്നു. അപ്പോഴത്തേക്കും ഗൂഗിൾ മാപ്സ് കാണിച്ചു തന്നത് ഇവിടെ നമ്മൾ നേരെ പോയിട്ട് ഊട്ടി 20 കിലോമീറ്റർ പറഞ്ഞ ബോർഡ് കണ്ടു. അവിടെ നിന്ന് പിന്നെ നേരെ പോകുമ്പോഴത്തേക്കും നമ്മൾ മലപ്പുറം കരുവാരക്കുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് എത്തുന്നത്. മലപ്പുറമാണോ തമിഴ്നാടാണോ എന്ന് എനിക്കറിയത്തില്ല. രാത്രി ആയതുകൊണ്ട് ഞാൻ ഒന്നും കാണാൻ പറ്റിയില്ല. ഒരു വല്ലാത്ത റോഡ് തന്നെയാണ്. ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, കൊടും വളവുകൾ, റോഡാണെങ്കിൽ ഫുള്ള് പൊളിഞ്ഞ് തകർന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നു രണ്ട് സർക്കാരും കേരളമായാലും തമിഴ്നാടായാലും ടോള് കൊടുത്ത് വരുമ്പോൾ അവർക്ക് നല്ല ലാഭമുണ്ട്. കാരണം ഏറ്റവും തന്തയില്ലാത്ത തരം ടോളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 1 കിലോമീറ്ററിനകത്ത് തന്നെ എങ്ങനെയാണ് ടോളുകൾ വരുന്നതെന്ന് എനിക്ക് പല സമയം ഞാൻ ചിന്തിച്ചു പോയി.
അതിനും മാത്രമുള്ള ക്വാളിറ്റിയുള്ള റോഡൊന്നും അല്ല ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഓരോ കിലോമീറ്റർ ഇടവിട്ട് ടോളാണ്. ഈ ടോൾ കൊടുത്ത് നമ്മൾ മുടിഞ്ഞ് ഒരു ലെവലാവും ബാംഗ്ലൂർ എത്തുമ്പോഴത്തേക്കും. ഇതേ സെയിം സ്ഥിതിവിശേഷമായിരിക്കും നമ്മൾ തിരിച്ച് കേരളത്തിലോട്ട് പോകുമ്പോഴും. അപ്പോൾ രണ്ട് സർക്കാരും നല്ലോണം കാശ് കിട്ടുന്ന പരിപാടിയാണ് ടോൾ കൊടുക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ കരുവാരെ കൊണ്ട് ഇടിച്ച് പൊളിച്ച് തകർത്തിട്ടേക്കുന്നത്. എന്തായാലും ഞങ്ങൾ കരുവാരെ കൊണ്ട് കയറി ശരിക്കും പശ്ചാത്തപിച്ചു. കാരണം വെച്ചാൽ വണ്ടിയുടെ അടി മൊത്തം ഇടിച്ച് പീസായി. ഞാൻ പിന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് എൻ്റെ വണ്ടിയുടെ അടി മൊത്തം ഇടിച്ച് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. അതൊക്കെ അവിടുത്തെ രാത്രിയിലെ കട്ടറാണ്. രാത്രി കട്ടൽ വീഴുമെന്നുള്ള പേടി കാരണം ഞാൻ വീഡിയോ ഫുട്ടേജ് പോലും എടുക്കാൻ മറന്നുപോയി. ഞങ്ങൾ അത്രയ്ക്ക് പേടിച്ചു പോയി. കാരണം രാത്രി സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, എലിഫന്റ് ക്രോസിങ്ങിൻ്റെ ബോർഡ് മാത്രമുണ്ട്, കുറച്ച് ഒരു 2-3 കാറുകളുണ്ട്, പിന്നെ മൊത്തത്തിൽ കുഴിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കുഴികളും കിണറൊക്കെയാണ് റോഡിൽ കുഴിച്ചു പിടിച്ചേക്കുന്നത്. നമ്മളൊരു പരിചയമില്ലാത്ത റോഡാണെന്നും പറഞ്ഞ് നമ്മൾ നേരെ പോയി ആ കുഴിയിലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ്. സ്പീഡിലൊക്കെ വരുന്നവരാണെങ്കിൽ ദൈവത്തെ ഓർത്ത് കരുവാരക്കൊണ്ടൊക്കെ വരുമ്പോഴത്തേക്കും സൂക്ഷിച്ചു പോവുക, ഭയങ്കര സേഫായിട്ട് പോവുക, ഭയങ്കര കോഷ്യസ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക. നിങ്ങളുടെ മുമ്പിൽ എന്തും വരാം. മൃഗങ്ങൾ ഒഴിച്ച് മനുഷ്യനായിട്ട് പണിത പല നിർമ്മിതികളും അവിടെ എനിക്ക് കാണാൻ സാധിച്ചു. കിണർ, പിന്നെ എന്താ പറയണ്ട, കല്ലുകൾ കൊണ്ടുള്ള പല ശില്പങ്ങൾ, അങ്ങനെ പല നിർമ്മിതികളും കാണാൻ സാധിച്ചു. ഇതിൻ്റെയൊക്കെ മണ്ടയ്ക്ക് ഇവിടെ കാറ് പോയി കഴിഞ്ഞാൽ കാറിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ, പോക്കാണ്. അതുകൊണ്ട് ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴി പോകുന്നെങ്കിൽ ഗൂഗിൾ മാപ്സ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം കാണിച്ചിരുന്നൊരു റൂട്ടാണ് കരുവാരക്കുണ്ട്. ആ വഴി കയറാതെ വേറെ ഏതെങ്കിലും റൂട്ടിലൂടെ പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നി. നിങ്ങളുടെ വണ്ടിയുടെ ഇപ്പം നിങ്ങൾ 1400 രൂപ ലാഭിക്കുന്നു വെച്ചോ, ആ 1400 രൂപയ്ക്ക് പകരം എൻ്റെ വണ്ടിക്ക് ഇപ്പോൾ 3000 രൂപയ്ക്ക് എന്തെങ്കിലും അണ്ടർ കോട്ടിങ് ചെയ്യേണ്ടി വരും. അതുപോലെ വണ്ടിയുടെ അണ്ടർ ബോഡി മൊത്തം സ്ക്രാച്ച് ആയിട്ടുണ്ട്. ഇത്രയും വൃത്തികെട്ട റോഡ് ഞാൻ അടുത്തെങ്ങും ട്രാവൽ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ബന്ദിപ്പൂർ ഫോറസ്റ്റിനകത്തൂടെ പോയ ആ യാത്രയുടെ സുഖമെല്ലാം കളഞ്ഞു പൊളിക്കാനായിട്ട് തുലയ്ക്കാനായിട്ട് ഈ കരുവാരക്കുണ്ട് റൂട്ട് രാത്രിയിൽ നിന്ന് പോയാൽ മതി. ദൈവത്തെ ഓർത്ത് ആരും കരുവാരക്കുണ്ട് റൂട്ട് രാത്രി പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴിയുള്ള യാത്രയാണെങ്കിൽ വേറെ ഏതെങ്കിലും വഴി, എനിക്കറിയത്തില്ല വഴി ഉണ്ടെങ്കിൽ ആ വഴി പോകുന്നതായിരിക്കും സൂപ്പർ. പിന്നെ ഒരു സൂപ്പർ സ്റ്റാർ കുരങ്ങനെ കണ്ടു കേട്ടോ, ഒരു ചീഫ് മോഷ്ടാവ്, ഒരു രക്ഷയില്ലാത്ത മോഷ്ടാവ്. കണ്ട, അവൻ ഒരു ലോറിയിൽ നിന്ന് കയറി അപ്പുറത്തെ സ്ഥലത്തുനിന്ന് കയറിയിട്ട് ഒരു സ്റ്റോപ്പ് എത്തിയപ്പോഴത്തേക്കും ലോറിയിൽ നിന്ന് പയറും കടിച്ചെടുത്തോണ്ട് ഒറ്റ ഓട്ടം. അങ്ങനെ കുറെ